അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേർണൻ കാറും എടുത്ത് എന്നത്തെയും പോലെ ഓഫീസിലോട്ട് പോയി. പക്ഷേ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്തൊക്കെയോ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. രാവിലെ ഒരു പൂച്ച സൈൻ വാങ്ങിക്കുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ റോഡിൽ അവിടെയും ഇവിടെയുമായിട്ട് കുറേ ആൾക്കാർ ഒരു പഴയ കാലത്തെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഒരു 100-150 വർഷം മുമ്പെങ്കിലും പഴക്കമുള്ള പോലത്തെ മേൽക്കുപ്പായങ്ങൾ, ക്ലോക്സ് എന്ന് പറയും. അദ്ദേഹം ആദ്യം വിചാരിച്ചത് വല്ല ചെറുപ്പക്കാരെയോ കൊച്ചു പിള്ളേരെയൊക്കെ തമാശയായിരിക്കും എന്നാണ്. പിന്നെയാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത്. അത് ചെറുപ്പക്കാർ മാത്രമല്ല, ആ വസ്ത്രം കുറച്ച് പ്രായമായവരും ധരിക്കുന്നുണ്ട്. ഷേടാ, ലോകം പോണ പോക്കേ എന്ന് വിചാരിച്ച് വേർണൻ ആ വണ്ടിയെടുത്ത് ഓഫീസിലോട്ട് തന്നെ പോയി. പക്ഷെ അതൊന്നും കണ്ട് കാര്യം കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം പിന്നെയും ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വേർണൻ മാത്രമല്ല, ആ ഓഫീസിലുള്ള ബാക്കിയുള്ളവരും അല്ലെങ്കിൽ ആ നാട്ടുകാരും ഒക്കെ ഇതുപോലത്തെ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു മൂങ്ങ സിറ്റിയിലൂടെ പറന്നു പോകുന്നത്, അതൊക്കെ അവർക്കൊരു അത്ഭുതമായി തോന്നി. അവിടെയൊന്നും ആ സിറ്റിയിലൊന്നും ആ സ്ഥലത്തോ പരിസരത്തോ ഒന്നും മൂങ്ങകളെ ഔളിനെ ഒന്നും കണ്ടിട്ടേ ഇല്ല ഇതിനു മുമ്പ്. പോട്ടെ, അദ്ദേഹം അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചു തൻ്റെ വർക്കിലോട്ട് തന്നെ തിരിച്ചു പോയി.